കേരള ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നാള് ചോതി നക്ഷത്രമാണ്. അതിന്റെ ഫലം നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാൻ അനിൽ പണിക്കർ, എൻ്റെ കൂടെ അജിത് പണിക്കരും കൂടി. അപ്പൊ ഇന്നത്തെ ഗ്രഹനില പ്രകാരം ചോതി നക്ഷത്രമാണ്. അതെ. ഈ ചോതി നക്ഷത്രത്തിന്റെ 4-ൽ ചൊവ്വ, സൂര്യൻ, 5-ല് ബുധനും ശുക്രനും നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ ശനി, 9-ൽ വ്യാഴം. ഇപ്പൊ ചന്ദ്രനെ വ്യാഴം നോക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു ശുഭമായ ഒരു കാര്യമാണ്. ഇന്നത്തെ ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം നല്ലൊരു സമയം തന്നെയാണ്. അതെ, ഈ മാസം നല്ലൊരു സമയം തന്നെയാണ് അല്ലെ. അപ്പൊ ഗൃഹസംബന്ധമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു അഭിവൃദ്ധി വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് വേണ്ടത്. പക്ഷെ വീട്ടിലേക്ക് നല്ല ഐശ്വര്യം, സാമ്പത്തികമായ അഭിവൃദ്ധിയും വരാൻ യോഗമുണ്ട്. അതോടൊപ്പം മനസ്സിന് ശുഭകരമായ കാര്യങ്ങൾ നടക്കാനുള്ള യോഗമുണ്ട്. അപ്പൊ ഈ ഒരു മാസം ചോദ്യ നക്ഷത്രക്കാർക്ക് നല്ലൊരു പരിശ്രമത്തോടു കൂടി നല്ലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ മാസം. ഇനി നമുക്ക് ടാരോട്ട് എന്താണ്, ടാരോട്ട് കാർഡ് എന്താണ് പറയുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ടാരോട്ട് എന്താണ് പറയുന്നത് നോക്കാം. എടുത്തോളൂ, അതോടെ വെച്ചോ. അപ്പൊ ആദ്യത്തെ ലഗ്നത്തെ സൂചിപ്പിക്കുന്ന 3 കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത്. ലഗ്നത്തെ സൂചിപ്പിക്കുന്ന 3 കാർഡുകൾ. അപ്പൊ ഇന്നത്തെ ലഗ്നത്തെ സൂചിപ്പിക്കുന്ന 3 കാർഡുകളിൽ കാണുന്നത് അല്പം ടെൻഷൻ ഉള്ളൊരവസ്ഥ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ യാത്ര, വീട് വിട്ടു പോകണം എന്ന് വരെ തോന്നുന്ന ഒരു യാത്ര. കാർഡ് കണ്ടില്ല? അതായത് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ലക്ഷണമാണ്. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ അധികമായ ടെൻഷൻ. എന്നാൽ ജോലി കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും ഓവർ ടെൻഷൻ നൽകുന്ന രീതിയിലാണ് അനുഭവങ്ങൾ വരുന്നത്. ഇത് മാനസികമായിട്ട് വളരെയധികം ദുഃഖിപ്പിക്കുന്നുണ്ട് ചോദ്യ നക്ഷത്രക്കാരെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഈശ്വര ചൈതന്യമുണ്ട്, നല്ലൊരു മാറ്റത്തിനുള്ള സമയമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തോന്നുമെങ്കിലും അങ്ങനെ പോകണ്ട എന്നാണ്. അതിന്റെ ആവശ്യമില്ല. കാരണം ഇന്നത്തെ ഗ്രഹനില പ്രകാരം നിങ്ങൾക്ക്, ടാരോട്ട് പ്രകാരം നിങ്ങൾക്ക് തിരിച്ച് എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ പോകണ്ട എന്നാണ് ഇന്നത്തെ ജ്യോതിഷ സംബന്ധമായ ഗ്രഹനില പറയുന്നത്. അപ്പൊ നമുക്കൊരു അതിന്റെ ഒരു റിസൾട്ട് അറിയാൻ ഒരു 3 കാർഡ് കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ കാണുന്ന പ്രകാരം എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ചോദ്യ നക്ഷത്രമായ നിങ്ങൾ. പക്ഷെ അതിന്റെ ആവശ്യമില്ല. വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ മാസം തന്നെ വരുന്നുണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ അത് എടുത്തോളൂ. ഇതിന്റെ പകുതി എപ്പോഴാണ് എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ഈ ഒരു 3 കാർഡ് അതിനെപ്പറ്റി എന്ത് പറയുന്നു എന്ന് നോക്കാം. അപ്പൊ നല്ലൊരു അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു ദൈവികമായ അനുഗ്രഹം വരുന്നുണ്ട്. നിങ്ങളുടെ പരിശ്രമം വിജയിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും. അതോടൊപ്പം പ്രതീക്ഷിക്കാത്ത രീതി ഈ ദുഃഖഭാരമെല്ലാം മാറാൻ പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്തിരി ടെൻഷനിലാണെങ്കിലും സ്വസ്ഥമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വസ്ഥമായി വരാനുള്ള ഒരു സാഹചര്യം കൂടി, കാര്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഒരു 3 കാർഡും കൂടി നമുക്ക് നോക്കാം. ശത്രുബാധ സംബന്ധമായിട്ട് ശത്രുക്കളെ എങ്ങനെ ഒതുങ്ങോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള വിഘ്നങ്ങൾ നമുക്ക് വിട്ടുപോകുമോ എന്നുള്ളത് ഒരു 3 കാർഡ് എടുക്കാനാണ്. ആദ്യത്തെ കാർഡ് എന്താ പറയുന്നത് അറിയാം. എല്ലാ ദുരിതങ്ങളും വിട്ടഴിഞ്ഞ് നിങ്ങൾ സ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഹൃദയം നുറുങ്ങുന്ന രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവസാനം നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. ശത്രുക്കളിൽ വ്യത്യാസം, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. എല്ലാം ഉപേക്ഷിച്ച് പോകണ്ട. നിങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിനെ ഈ മാസം ഉപയോഗിക്കുക. അപ്പൊ നല്ല ദേവി പ്രീതി വരുത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ വേണ്ടത്. നിങ്ങൾ അനുഗ്രഹിക്കാൻ തയ്യാറായ ഒരു ദേവി ഉണ്ട്. കുടുംബപരമായിട്ട് ദേവത നല്ല അനുഗ്രഹത്തിലാണ് ഇത്തവണ കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ദേവി പ്രീതി നല്ല രീതിയിൽ തന്നെ വരുത്തുക.
കേട്ടോ. ചോദ്യ കൂടുതൽ നക്ഷത്രക്കാര്. അതന്നെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. 62 30 18 98 47 ആ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ ചോദ്യം കഴിഞ്ഞ വിശാഖം നക്ഷത്രവുമായി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ശുഭദിനം. ശുഭദിനം.